അപ്പൂസിനും അമ്മൂസിനും കൂടെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, ക്യാരറ്റ് ദോശ അപ്പൂസിന് ഇഷ്ടമല്ലേ? ക്യാരറ്റ് ഒക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് അമ്മ ക്യാരറ്റ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, ക്യാരറ്റ് ദോശ അമ്മ ക്യാരറ്റ് ദോശ വാരിത്തരും, അപ്പുകുട്ടി കഴിക്കണം കേട്ടോ. അമ്മൂസേ, നീ എന്താ മുഖം വീക്കിയിരിക്കണ്? നിനക്കും ക്യാരറ്റ് ദോശ പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമല്ലേ? അമ്മ രണ്ടുപേർക്കും കൂടെ ക്യാരറ്റ് ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേർക്കും അമ്മ ക്യാരറ്റ് ദോശ വാരിത്തരാ, രണ്ടുപേരും കഴിക്കണം. ആ, അപ്പൂസ് കഴിക്കാൻ റെഡിയാ. ശരി, രണ്ടുപേർക്കും അമ്മ വാരിത്തരാ. ആദ്യം ആർക്കാണ് വേണ്ടത് ക്യാരറ്റ് ദോശ? അപ്പൂസിനാണോ ആദ്യം ക്യാരറ്റ് ദോശ വേണ്ടത്? ശരി, ആദ്യം അപ്പൂസിന് തരാട്ടോ. ഇതാ അപ്പൂസിന് ക്യാരറ്റ് ദോശ, കഴിക്കി. ആ, അപ്പൂസ് കഴിച്ചു. ഇനി അടുത്ത വായി അമ്മൂസിന്. അമ്മൂസേ, വാതറക്ക്, അമ്മ ക്യാരറ്റ് ദോശ വാരിത്തരാ. എന്തേ എന്തേ നിനക്ക് ക്യാരറ്റ് ദോശ വേണ്ടാത്തത്? നിനക്ക് ക്യാരറ്റ് ദോശ എന്നും പറഞ്ഞ ഇഷ്ടമല്ലേ? അതാ ഇപ്പൊ എന്താ ക്യാരറ്റ് ദോശ വേണ്ടാത്തതെന്ന് അമ്മ ചോദിച്ചത്. ക്യാരറ്റ് ദോശ വേണ്ടെങ്കിൽ പിന്നെ വേറെന്താ വേണ്ടത് നിനക്ക്? എന്തേ എന്തേ ഒന്നും വേണ്ടാത്തത്? ബാർബി ഹൗസോ? അതെന്ത് സാധനമാ? അയ്യോ റിയ, നീ എപ്പോ നോക്കിയാലും ഈ ഫോണിലും ടിവിയിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അതൊക്കെ വേണമെന്ന് ചോദിക്കും. അതില് നീ പറയണ ഈ ബാർബി ഹൗസ് അത് എന്ത് സാധനമാണെന്ന് എനിക്ക് ഓർമ്മയില്ല റിയ. അത് എന്താണ്? ബാർബി ഡോൾ വെച്ച് കളിക്കുന്ന സാധനങ്ങളാണോ? അത് നിന്റെ കുറെ ഉണ്ടല്ലോ, ഈ ബാർബി ഡോളും പിന്നെ അതിനിട്ട് കൊടുക്കുന്ന ഡ്രസ്സും ഷൂവും, ഇങ്ങനെ കുറെ സാധനങ്ങൾ വീട്ടിൽ കിടപ്പുണ്ടല്ലോ. അതൊക്കെ എടുത്ത് കളിക്ക്. ഇനിയും പിന്നെ നിനക്ക് വേറെ എന്താ വേണ്ടത്? എന്ത്? അകത്ത് ചാച്ചുറങ്ങണ പോലെ വീടോ? ഓ, നീ വലിയ വീട് പോലത്തെ കളിക്കാനുള്ള സാധനമാണോ ചോദിക്കുന്നത്? അയ്യോ, അതുപോലെ വലിയ വീടൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല. അതൊക്കെ നല്ല വിലയുണ്ടാവും. അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്നാലും നീ ഒരു 2 ദിവസം കളിക്കും, പിന്നെ അത് എവിടെങ്കിലും മൊക്കിൽ കിടക്കും. അതിന് വേണ്ടിയിട്ട് അത്ര പൈസ കൊടുത്തൊന്നും നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല റിയ. ഓ, നീ എങ്ങനെയാ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് അമ്മയ്ക്ക് അറിയാലോ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ കളിപ്പാട്ടും വാങ്ങിക്കുന്നത്. പിന്നെ അതൊക്കെ വെറുതെ പൊട്ടിച്ച് കളയും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടിടും. അതുകൊണ്ട് നിനക്ക് അത്ര വിലയുള്ളതൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല. നീ ഉള്ള കളിപ്പാട്ടം കൊണ്ട് കളിച്ചാ മതി. ഓ, അങ്ങനെ വാശി പിടിച്ചിട്ട് കഴിക്കാതിരിക്കുകയാണെങ്കിൽ നീ കഴിക്കണ്ട. നീ എത്ര വാശി പിടിച്ചാലും ശരി, അത്ര പൈസ കൊടുത്തിട്ടൊന്നും നിനക്ക് ആ ബാർബി ഹൗസ് അമ്മ വാങ്ങിച്ചു തരില്ല. നീ കഴിച്ചാലും ശരി, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വിശന്നിട്ട് ഇരുന്നോ. ഓ, പറഞ്ഞു കൊടുത്തോ? വിശന്നിട്ട് ഇരുന്നോന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞോളാം. ആവശ്യമില്ലാത്ത സാധനമൊക്കെ ചോദിച്ച് വാശി പിടിച്ചിട്ടാണ് നീ കഴിക്കാതിരിക്കണമെന്ന് അറിഞ്ഞാ അച്ഛൻ നിന്നെ ചീത്ത പറയും. ഇല്ല, ഓ, എന്നാ ശരി, നീ അച്ഛനെ കൊണ്ട് ബാർബി ഹൗസ് ചോദിച്ചിട്ട് അച്ഛൻ വാങ്ങിച്ചു തന്ന ശേഷം നീ കഴിച്ചാ മതി. ഞാൻ അപ്പൂസിന് മാത്രം ക്യാരറ്റ് ദോശ വാരി കൊടുത്തോളാം. ഓ, ശരി, എന്നാ നീ കഴിക്കണ്ട. കഴിക്കാതെ തന്നെ ഇരുന്നോ, ഞാൻ അപ്പൂസിന് കൊടുത്തോളാം. അമ്മൂസേ, 3 പേര് ഇവിടെയാണോ ഉള്ളത്? എന്താ അമ്മൂസും അപ്പൂസും കൂടെ മമ്മ കഴിക്കുകയാണോ? ഇന്നെന്താ സ്പെഷ്യൽ?
എടാ അപ്പൂസേ, എന്താ ദോശയാണോ? ഓ, ക്യാരറ്റ് ദോശയാണോ? അപ്പൂസിനും അമ്മൂസിനും ക്യാരറ്റ് ദോശ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റ് ദോശ അമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടോ? ശരി ശരി, എന്റെ മക്കൾ കഴിക്കി. എന്ത്? അമ്മ അമ്മൂസിന് ക്യാരറ്റ് ദോശ തരില്ല, വിശന്നിട്ടിരുന്നോന്ന് പറഞ്ഞാ? ഇടി ഐഷു, നീ അങ്ങനെ പറഞ്ഞോ? ക്യാരറ്റ് ദോശ തരില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ വിശന്നിട്ട് ഇരുന്നോന്ന് ഞാൻ പറഞ്ഞു. ഇടി ഐഷു, കുട്ടീനെ നോക്കിട്ട് വിശന്നിട്ടിരുന്നോന്ന് എന്തിനാടി പറഞ്ഞത്? അതേ ശിവേട്ട, ഞാൻ വിശന്നിട്ട് ഇരുന്നോന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അത് എന്തിനാ പറഞ്ഞെന്ന് അവളുടെ കൊണ്ടിനെ ചോദിക്കും. എന്താടാ അമ്മൂസേ, നീ എന്താ കാണിച്ചത്? അമ്മ എന്തുകൊണ്ടാണ് നിന്നെ ക്യാരറ്റ് ദോശ തരില്ല, വിശന്നിട്ട് ഇരുന്നോന്ന് പറഞ്ഞത്? ബാർബി ഹൗസോ? അതെന്താണ്? ഇടി ഐഷു, ഇവിടെ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ ശിവേട്ടാ, അത് ഈ ബാർബി ഹൗസ് എന്ന് പറയണത് ഈ കുട്ടികൾക്ക് വീട് പോലെയുള്ള സാധനം ഉണ്ടാവില്ലേ, അതിന്റെ അകത്ത് ചെന്ന് കളിക്കണ പോലെ, അങ്ങനത്തെ വീടാണ്. അത് വേണമെന്ന് അവള് കുറെ ദിവസമായിട്ട് ചോദിക്കുകയാണ്. അതൊന്നും ഞാൻ വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വാങ്ങിച്ചു തന്നാൽ തന്നെ കഴിക്കുന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു തരില്ല, നീ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വിശന്നിട്ട് ഇരുന്നോന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, എന്താടാ അമ്മൂസേ, അത് എന്ത് സാധനമായി ഈ ബാർബി ഹൗസ്? ശരി, നിനക്ക് ബാർബി ഹൗസ് അല്ലേ വേണ്ടത്? ഇതിനാണോ നീ കഴിക്കില്ല എന്നും പറഞ്ഞിരിക്കണ്? ശരി പോട്ടെ, വിട്. ബാർബി ഹൗസ് അല്ലേ അമ്മൂസിന് വേണ്ടത്? ബാർബി ഹൗസ് അമ്മൂസിന് അച്ഛൻ വാങ്ങിച്ചു തരാം. നീ ക്യാരറ്റ് ദോശ കഴിക്കി. അയ്യോ ശിവേട്ടാ, നിങ്ങൾ എന്താ അവൾ എന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ വാങ്ങിച്ചു തരാന്ന് പറയണേ? ഈ ബാർബി ഹൗസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ കളിപ്പാട്ടം ഒന്നും അല്ല. അത് ഈ കുട്ടികൾക്കുള്ള വീട് പോലത്തെ സാധനവാ. അതിനൊക്കെ ഒരുപാട് വിലയുണ്ടാവും. എടി ഐഷു, എത്ര വിലയുണ്ടെങ്കിലും കുഴപ്പമില്ല. അവളത് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ചോദിക്കണതല്ലേ. ശരി പോട്ടെ, അത് വെച്ച് കളിച്ചോട്ടെ, അത് വാങ്ങിച്ചു കൊടുക്കാം. അയ്യോ ശിവേട്ടൻ, നിങ്ങൾക്ക് ഇവളെ കുറിച്ച് അറിയില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. ഒരു 2 ദിവസം കളിച്ചിട്ട് പിന്നെ അത് എവിടെങ്കിലും മൊക്കിൽ കിടക്കും. അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്ത് അതൊന്നും വാങ്ങിക്കണ്ട. അയ്യോ എടാ അമ്മൂസേ, കരയില്ലടാ. ഇപ്പൊ എന്താണ് നിനക്ക്? ബാർബി ഹൗസ് അല്ലേ വേണ്ടത്? അത് അച്ഛൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? ഓ, അമ്മ പറഞ്ഞിട്ട് പോട്ടെ. അച്ഛൻ ബാർബി ഹൗസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? കുട്ടിക്ക് എല്ലാം അച്ഛനല്ലേ വാങ്ങിച്ചു തരുന്നത്. അമ്മൂസിന് അച്ഛൻ നാളെ ബാർബി ഹൗസ് വാങ്ങിച്ചു തരാം. ആദ്യം എന്റെ കുട്ടി കരയാതെ കണ്ണു തുടച്ചിട്ട് ഇപ്പൊ ക്യാരറ്റ് ദോശ കഴിക്കി. എന്തിനാ ശിവേട്ട ഇപ്പൊ അവള് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ വാങ്ങിച്ചു തരാന്ന് പറയണത്? നിങ്ങൾ അവളിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വാങ്ങിച്ചു കൊടുക്കണത് കൊണ്ടാണ് അവൾക്ക് ഇത്രയും വാശി. ശരി കുഴപ്പമില്ല ഐഷു, ചെറിയ കുട്ടിയല്ലേ, അവൾ ഇപ്പോഴല്ലേ വാശി പിടിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും വാശി പിടിക്കാൻ പാടില്ല എന്ന് അവൾക്ക് തന്നെ മനസ്സിലാവും. അതെ, അവള് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇരുന്നാ പിന്നെ എങ്ങനെ അവൾക്ക് മനസ്സിലാവാനാ? എടി, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ അവള് ചെറിയ കുട്ടിയല്ലേ. പിന്നെ അവള് കുട്ടികൾ കളിക്കുന്ന സാധനമല്ലേ ചോദിക്കണേ. അതിന് വേണ്ടിട്ട് എന്തിനാ പാവം കുട്ടീനെ കരയിപ്പിക്കുന്നത്? എടാ അമ്മൂസേ, അച്ഛൻ ബാർബി ഹൗസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, കരയണ്ടടാ. ആദ്യം എന്റെ കുട്ടി കണ്ണു തുടച്ചിട്ട് ക്യാരറ്റ് ദോശ കഴിക്കി. നാളെ അച്ഛൻ നിനക്ക് ബാർബി ഹൗസ് വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാടാ അമ്മൂസേ. അച്ഛൻ ഒരു സാധനം വാങ്ങിച്ചു തരാന്നും പറഞ്ഞാ അത് എന്തായാലും വാങ്ങിച്ചു തരുമെന്ന് അമ്മൂസിന് അറിയില്ലേ. നാളെ അമ്മൂസിന് അച്ഛൻ ബാർബി ഹൗസ് വാങ്ങിച്ചു തരും. ആദ്യം എന്റെ കുട്ടി കണ്ണു തുടച്ചിട്ട് ക്യാരറ്റ് ദോശ കഴിക്കി. ആ, നാളെ അച്ഛൻ ബാർബി ഹൗസ് വാങ്ങിച്ചു തരുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കുട്ടി 2 ക്യാരറ്റ് ദോശ കഴിക്കണം. ശരിയാ? എന്റെ അമ്മോ, എന്റെ കുട്ടി 3 ക്യാരറ്റ് ദോശ കഴിച്ചാ അമ്മൂസ് സൂപ്പറാണ്. അച്ഛൻ നാളെ തീർച്ചയായിട്ടും ബാർബി ഹൗസ് വാങ്ങിച്ചു തരും. എന്റെ കുട്ടി കഴിക്കി. ഓക്കേടാ അമ്മൂസേ, കഴിക്കി.